ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. യോഹന്നാന്റെ 1-ാം ലേഖനം 4:4 നമ്മൾ വായിക്കുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യേശു ആരിലും വലിയവനാണ്. ഈ സത്യം ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ ഒരു കാലത്ത് അന്നത്തെ മത നേതാക്കൾക്കും ന്യായശാസ്ത്രിമാർക്കും പിന്നെ ചില പാരമ്പര്യ വിശ്വാസികൾക്കും കഴിഞ്ഞിരുന്നില്ല, ഇന്നത്തെ പോലെ തന്നെ. അല്ലെങ്കിൽ അവർ അതിന് തയ്യാറല്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ പാരമ്പര്യ വിശ്വാസത്തിൽ യേശുവിനേക്കാൾ വലിയവരെന്ന് അവർ കരുതി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന പല പേരുകളും വ്യക്തികളും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പേരുകൾ പലതും ബൈബിളിൽ എടുത്തു പറഞ്ഞുകൊണ്ട് യേശു അവരിലും വലിയവൻ എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചത്. എന്നിട്ടും ഈ സത്യം അംഗീകരിക്കാനൊന്നും അവർ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, യേശു അബ്രഹാമിനേക്കാൾ വലിയവനാണെന്ന് കേട്ടപ്പോൾ അവർ യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വരെ ഒരിക്കൽ ഒരുങ്ങി എന്ന് നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 8:53 മുതൽ 59 വരെ. ഇന്നും ക്രിസ്തീയ നാമധാരികളായ പല ആളുകളുമുണ്ട്. അവരുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകിയിരിക്കുന്നത് യേശുവിനല്ല. യേശുവിനെ മാറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു മൂലയ്ക്ക് ഇരുന്നോട്ടെ. മറ്റ് പലരെയും ആണ് യേശുവിനേക്കാൾ വലിയവർ എന്ന് അവർ കരുതി ബഹുമാനിച്ചു പോരുന്നത്. പറയുമ്പോൾ അവരെ എതിർക്കും, എങ്കിലും സത്യം അതാണ്. യേശുവിന്റെ ശുശ്രൂഷാകാലത്ത് യഹൂദ വിശ്വാസികളായ പാരമ്പര്യ ഭക്തന്മാർ തങ്ങൾക്ക് ശ്രേഷ്ഠതായി കരുതിയിരുന്ന ചില വ്യക്തികളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനി നമ്മുടെ പിതാവായ അബ്രഹാം ആയിരുന്നു. എന്നാൽ യേശു അബ്രഹാമിലും വലിയവനെന്ന് പറഞ്ഞപ്പോൾ അവർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അടുത്തതായി അവർക്ക് ഏറ്റവും ആരാധ്യ വ്യക്തി മോശയായിരുന്നു. എന്നാൽ യേശു മോശയെക്കാട്ടിലും വലിയവനെന്ന് പറഞ്ഞപ്പോൾ അവർ അതും അംഗീകരിച്ചില്ല. ഹെബ്രായർ 3:3. യേശു പ്രവാചകന്മാരിലും വലിയവനെന്ന് മത്തായി 11:9. യേശു യോനായിലും വലിയവനെന്ന് മത്തായി 12:41. യേശു ദൈവദൂതന്മാർക്കാളും വലിയവനെന്ന് ഹെബ്രായർ 1:4. യേശു സോളമനേക്കാൾ വലിയവനെന്ന മത്തായി 14:42. യേശു ദേവാലയത്തെക്കാൾ വലിയവനെന്ന് മത്തായി 12:6. അവർക്കിതൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ പാരമ്പര്യം വിശ്വാസം വിട്ടുകളയാൻ അവർ ഒരുക്കമായിരുന്നില്ല. എന്നാൽ ചിലർ ആ സത്യം ബോധ്യപ്പെട്ടിട്ടും തങ്ങളുടെ നേട്ടങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മനഃപൂർവ്വം യേശുക്രിസ്തു വലിയവനെന്ന് അംഗീകരിക്കാൻ മടിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അതിൽ നിന്ന് തടയുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവർക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന ചരിത്ര സാക്ഷ്യം. ഒരിക്കൽ യഹൂദന്മാരുടെ അവർ തന്നെ പറഞ്ഞില്ലേ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വീണോട്ടെ എന്ന്. പിന്നീട് എന്താ ഉണ്ടായത്? ചോരപ്പുഴ ഒഴുകിയ തെരുവുകളും വീതികളും തടങ്കൽ പാളയങ്ങളും ഇന്നും ലോകത്തിന്റെ മുൻപിൽ ചരിത്ര സ്മാരകങ്ങളായി ആ പറഞ്ഞവരെ കുറിച്ച് നിലകൊള്ളുന്നു. തങ്ങളാണ് വലിയവർ എന്ന ശ്രേഷ്ഠർ പറഞ്ഞു എന്നും യോഗ്യർ എന്നും കരുതി അത് സ്ഥാപിക്കാൻ വേണ്ടി ലോകത്തിലെ പല പരാക്രമങ്ങളും നടത്തിയവരുണ്ട്. എല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ വെറും ശേഷിപ്പുകളായി അവശേഷിക്കുമ്പോഴും ബത്ലഹേമിലെ പുൽത്തൊട്ടിലിൽ പിറന്ന സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും ലോകത്തെ കീഴടക്കിയവൻ, തള്ളപ്പെട്ടവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും പാപികളുടെയും കുഷ്ഠരോഗികളുടെയും ഒരുപോലെ അരികെ ചേർത്ത് നിർത്തിയവൻ, യേശു അന്നും ഇന്നും വലിയവൻ. ഒന്നിച്ചു പറയാം, ഹല്ലേലൂയ. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം വായിച്ച വചനം. 1 യോഹന്നാൻ 4:4. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ ഇന്നും ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ യേശു അത്രേ ജീവിക്കുന്നത്, ഗലാത്യ ലേഖനം 2:20 എന്ന തീരുമാനം എടുത്തപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാൻ ആരംഭിച്ചു. ആകയാൽ നാം ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടവരല്ല. കാരണം ലോകത്തെ ജയിച്ചവൻ വലിയവൻ നമ്മളോടൊപ്പമുണ്ട്. വിശ്വാസത്തോടെ ആമേൻ പറയാം. ഇന്ന് ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അതായത് നമ്മൾ നടക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളിലേക്ക് വസിക്കുന്ന വലിയവൻ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ പിന്നെ ഭയം എന്തിനാ? മനുഷ്യന്റെ വാക്കിന് എന്തിനാ വില കൊടുക്കുന്നത്? ഓരോ ആക്രമണവും വലുതല്ല. എന്ത് പ്രതിരോധം വന്നാലും അതൊന്നും വലുതല്ല. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാട്ടിലും പ്രതിസന്ധികളെക്കാട്ടിലും വലിയവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്.
നിങ്ങൾ എന്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നതെന്നാൽ രോഗമാകട്ടെ, കടമാകട്ടെ, ബന്ധുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, സ്വന്തക്കാരെ കൊണ്ടുള്ള പ്രശ്നമാകട്ടെ, ഇനി ആത്മീയ യുദ്ധമാകട്ടെ, ഓർമ്മിക്കുക, നമ്മുടെ ഉള്ളിൽ ശക്തി പകർന്ന് ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ പറയുന്നതും ഇതുതന്നെയാണ്. നിന്നിൽ ഉള്ളവനെ തിരിച്ചറിയുക, അവൻ്റെ വലിപ്പത്തിൽ വിശ്വസിക്കുക, അവൻ്റെ ശക്തിയിൽ നടക്കുക. വലിയവൻ എൻ്റെ ഉള്ളിൽ, വലിയവൻ എൻ്റെ അടുത്ത്, വലിയവൻ എൻ്റെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് പറയാം, എനിക്കെല്ലാം ക്രിസ്തുവിൽ കഴിയും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആ വലിയവനോടൊപ്പം നടക്കാം. നിത്യത വരെ നമ്മളെ കരം പിടിച്ച് നടത്താൻ അവൻ മതിയായവൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്നേഹിതൻ